ഹായ്, വെൽക്കം ടു പാർട്ട് 2 ഓഫ് ബോഡി ട്രാൻസ്ഫോർമേഷൻ ഡൺ ഈസി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു എൻ്റെ ട്രാൻസ്ഫോർമേഷനായിട്ട് ഒരുപാട് കഷ്ടപ്പാടൊന്നും വേണ്ടി വന്നിട്ടില്ല, നമുക്ക് കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മാത്രം മതി എന്നുള്ളത്. ഇന്ന് ഞാൻ അതിൽ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ കൊണ്ടുവന്ന ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുമ്പോഴേക്കും എൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ജിമ്മിൽ പോയി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെന്ന്. അല്ല, ജിം ഉണ്ടായിരുന്നു, അവിടെ ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. പക്ഷേ ജിമ്മിൽ ചെറിയ രീതിയിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്ത് എൻ്റെ സ്ട്രെങ്ത് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആയപ്പോൾ എൻ്റെ ബാക്കി ലൈഫ് സ്റ്റൈലിൽ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഫിസിക്കലി കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ കിട്ടി. അതായത് ചുമ്മാ ഇരുന്ന് റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോഴോ ഒക്കെ വെറുതെ ഒരിടത്തിരുന്ന് ചെയ്യാതെ എനിക്കതൊക്കെ നടന്ന് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടി. അതേപോലെ തന്നെ ചെറിയ രീതിയിൽ അടുത്തുള്ള കടകളിലൊക്കെ പോകാനൊക്കെ ആയിട്ട് വണ്ടി എടുക്കാതെ എനിക്ക് നടന്നു പോകാനുള്ള മോട്ടിവേഷൻ കിട്ടി. അങ്ങനെ എൻ്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ടാർഗറ്റ് ചെയ്തു. അങ്ങനെ കുറേ നാൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴേക്കുമാണ് ഞാൻ പോലും അറിയാതെ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഇരുന്നതാണല്ലേ എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു ലെവലിലേക്ക് എത്തിയത്. ഐ റിയലി ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു വുഡ് അഗ്രി വിത്ത് മീ ഓൺ ദിസ് വൺ. എൻ്റെ കോൺസെപ്റ്റിൽ ഒരു 30 days അല്ലെങ്കിൽ 60 days മരിച്ചു കിടന്ന് പണിയെടുക്കുന്നതിനെക്കാട്ടും ഇതുപോലത്തെ ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് എപ്പോഴും കുറച്ചുകൂടെ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള റിസൾട്ട്സ് തരാൻ സഹായിക്കുന്നതാണ്. പറഞ്ഞു കുറച്ച് കാട് കയറിയോന്നൊരു സംശയം. കാരണം ഇത്രയൊക്കെ കേൾക്കുമ്പോഴേക്കും ആൾക്കാർക്ക് തോന്നും എന്നാൽ പിന്നെ ജിമ്മിൽ പോകുന്നതിന് ഒരു ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പോരെ എന്നുള്ളത്. അതിനുള്ള ഉത്തരം അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.